ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സാധാരണ പോലെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ കിച്ചണിൽ ഉപകാരപ്പെടുന്ന കുറച്ച് പ്രൊഡക്ട്സിൻ്റെ അൺബോക്സിങ്ങുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ നേരെ വീഡിയോയിലേക്കല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കറി ലീഫ് എസെൻഷ്യൽസിൻ്റെ 9 പീസസ് കുക്ക് വെയർ സെറ്റിൻ്റെ സൂപ്പർ പാക്കാണ് കേട്ടോ. ഇതിൽ 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ, ഗ്ലാസ് ലിഡോട് കൂടിയുള്ള 28 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കടായി, അതുപോലെ തന്നെ സ്റ്റീമറും ഗ്ലാസ് ലിഡുമുള്ള 24 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കാസ്ട്രോള്, 18 സെൻറ്റിമീറ്ററിൻ്റെ ഒരു നോൺ സ്റ്റിക്ക് സോസ് പാനും 2 വുഡൻ സ്പൂണുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള പ്രൊഡക്ട്സ് ഓരോന്നായിട്ട് കാണാം. ആദ്യം തന്നെ 5 ലിറ്ററിൻ്റെ അലൂമിനിയം പ്രഷർ കുക്കറാണ്. അത്യാവശ്യം നല്ല മെറ്റീരിയലിലുള്ള ISI മുദ്രയോട് കൂടിയിട്ടുള്ള ഒരു അലൂമിനിയം പ്രഷർ കുക്കറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. മാത്രമല്ല ISI വെരിഫൈഡുമാണ്. അലൂമിനിയത്തിൻ്റെ തന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡലായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് തന്നെ അലൂമിനിയം ചൂടാകുകയും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഭക്ഷണങ്ങൾ കുക്ക് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് ലിഡാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് ലിഡ് തന്നെയാണ്. അതിൻ്റെ പിടിയാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് ബലമുള്ളതാണ് കേട്ടോ. പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാത്ത ടൈപ്പിലുള്ള നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് 18 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സോസ് പാനാണ്. നോൺ സ്റ്റിക്ക് സോസ് പാനാണിത്. നല്ലൊരു ഹാൻഡിലോട് കൂടിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത്. അത്യാവശ്യം നമുക്ക് സൂപ്പാണെങ്കിലും അതല്ലെങ്കിൽ ചായ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോസ് പാനാണ്. ഇനി നമ്മൾ ഗ്ലാസ് ലിഡും സ്റ്റീമറും ഉള്ള 24 സെൻറ്റിമീറ്ററിൻ്റെ കാസറോളാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഫുള്ളി നോൺ സ്റ്റിക്കാണ്. ഈ ഒരു കാസറോള് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബിരിയാണി പോട്ടായിട്ടും അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടും ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ കാസറോളിൻ്റെ സ്റ്റീമറാണ്. ഫുഡൊക്കെ ഹെൽത്തി ആയിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റീമർ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലിലാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ലിഡ് കൂടി ഉണ്ട് കേട്ടോ. ഇതും മുൻപത്തെ പോലെ തന്നെ നല്ലൊരു ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ വിസിലാണ് കേട്ടോ. ഇത് 28 സെൻറ്റിമീറ്ററിൻ്റെ കടായിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള കടായി ആയതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഡിഷസ് ഇതിലുണ്ടാക്കാനായിട്ട് പറ്റും. ഇതും ഫുള്ളി നോൺ സ്റ്റിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് 2 വുഡൻ സ്പൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോൺ സ്റ്റിക്കിലൊക്കെ കുക്ക് ചെയ്യുന്ന സമയം നമുക്ക് വളരെ എളുപ്പത്തിൽ സോട്ട് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു വുഡൻ സ്പൂണ് ഉപയോഗിക്കാം. ഇനി നമുക്ക് എല്ലാ പ്രൊഡക്ട്സും ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇത് കാസറോളും സ്റ്റീമറും ഗ്ലാസ് ലിഡുമാണ് കേട്ടോ. ഇത് 28 സെൻറ്റിമീറ്റർ വരുന്ന കടായിയാണ്. ഇതിനൊരു ഗ്ലാസ് ലിഡ് കൂടിയുണ്ട്. കറി ലീഫ് എസെൻഷ്യൽസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും വളരെയധികം ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. കുക്കിംഗ് ഒക്കെ ഈസി ആകാനായിട്ട് ഇവരുടെ പ്രൊഡക്ട്സ് നമ്മളെ ഒരുപാട് സഹായിക്കും. ഇത് നമ്മുടെ സോസ് പാനാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. എനിക്ക് ഈ പ്രൊഡക്ട്സിലെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സോസ് പാനാണ് കേട്ടോ. ഈ 9 പീസസ് സൂപ്പർ പാക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 7000 രൂപയാണ്. ഇത് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് MIG ഗ്രാമീൺ മാർക്കറ്റിംഗ് ആൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇവരുടെ കേരളത്തിലെ ഷോറൂം വരുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രം ഇടപ്പിഴിഞ്ഞിയിലെ
ശോഭ കോംപ്ലക്സിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവയുടെ ഷോറൂം വരുന്നത്. തിരുനെൽവേലിയിലുള്ള ആപ്പിൾ കുക്ക്വെയർ ആണ് കേട്ടോ ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ അൺബോക്സിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസിനായിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.